വിവാഹ വാഗ്ദാനം നൽകി പീഡനം, വ്ളോഗർ അറസ്റ്റ്. ഈ പണ്ട് മുതലേ ഒരു ട്രെൻഡായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന് പറഞ്ഞു. ജെ മച്ചാൻ, പിന്നെ തൃക്കണ്ണൻ, ഈ പുള്ളി മുഹമ്മദ് സാരി, അതായത് കാസർഗോഡ് ചെപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഹമ്മദ് സാരി 35 വയസ്സ്. ഇയാൾ ഒരു 15 വയസ്സ് ആയ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. ഇന്നലെയായിരുന്നു ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഇനി ആ ന്യൂസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സാർ വന്നു. അതെ, ഇദ്ദേഹത്തിന് അതായത് ഇവന് 3 മക്കളുണ്ട്. ആദ്യ ഭാര്യ അത് പിണങ്ങിപ്പോയപ്പോൾ സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം ഇതുവഴി ഇവർ പരിചയപ്പെടുകയും പിന്നെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഈ സംഭവത്തിൽ അത്ര പുതുമയില്ല. ഈ പെൺകുട്ടികൾക്ക് ഇത്രയും ഒരു ബോധമില്ലാതാവുന്നത് എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. കാരണം ഓരോ വാർത്തകൾ, അതായത് ഡെയിലിയുള്ള വാർത്തകൾ കണ്ട് നമ്മളത് അവർക്ക് സംഭവിച്ചാലേ ഇവർക്ക് സംഭവിച്ചാലേ എനിക്കൊന്നും സംഭവിക്കില്ല, എൻ്റെ ചേട്ടൻ ഒന്നും ചെയ്യില്ല, അവൻ ഭയങ്കര വിശുദ്ധനാണ്, മറ്റുള്ളവരെ പോലെയല്ല, ഈ മൈൻഡും വെച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും ഇത്ര ആൾക്കാർ വിവാഹം, ഇയാളൊരു കല്യാണം കഴിച്ചതാണെന്നറിയാതെ 3 പിള്ളേരുണ്ട്, 15 വയസ്സ്, പോക്സോ കേസാണ്. ഇത്രയും പ്രായമുള്ളവരോട് ആ പെൺകുട്ടിക്ക് അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ? പ്രണയമായിട്ടാണ്. ഇവൻ്റെ ഇതിൽ 3 ചാനലുണ്ട്. ഷാലു കിങ് എന്ന് പറഞ്ഞു, ഷാലു ഫാമിലി, ഷാലു വ്ളോഗിങ്, അങ്ങനെ പറഞ്ഞ കുറേ ചാനലുണ്ട്. നല്ല 7 വർഷം യൂട്യൂബിലുണ്ട്. നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലിൻ്റെ ഓണറാണ് അദ്ദേഹം. എന്നിട്ടും ഇവരെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് എന്തായാലും പല രീതിക്ക് അത് ചൂഷണം ചെയ്യാൻ മുതലെടുക്കും. അതായത് ഒന്നാമത്തെ കാര്യം, ഇത്രയുള്ള ആൾക്കാരെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് ഈ പുറകെ പോകുന്നത്? ഒന്നായി ഇവർ തന്നെ ഒരു ഫാനുകളാകുന്ന രീതിയിൽ പരിചയപ്പെടും. ഇങ്ങനെ മൈൻഡിൽ മെല്ലെ ചാറ്റി മെല്ലെ നമ്മുടെ രീതിയിലേക്ക് വളച്ചെടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്. ഇത് അറസ്റ്റ് ചെയ്തു. ജെ മച്ചാനും അതെ, ജെ മച്ചാൻ, പിന്നെ തൃക്കണ്ണൻ. പൊന്നു മക്കളെ, നിങ്ങൾ പെൺകുട്ടികളുടെ നിങ്ങൾ എന്തിനാണ് ഈ ഒരാൾ മറ്റേത് തരാം മറിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രലോഭിപ്പിക്കും നിങ്ങൾ വീണ് പോകുന്നത്? എന്നും അത് ഈ പീഡന കേസിൽ പ്രതി യൂട്യൂബേഴ്സ്, ഇച്ചിരിയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ വലിയ കാശുണ്ടെന്ന് കരുതി ഒരു അടുപ്പൊക്കെ ഉണ്ട് ആകാം, അത് പരിധിക്കുള്ളതാണ്. ഇതിപ്പോഴും മനസ്സിലാവുന്നത് ഈ ആദ്യ ഭാര്യ പണിയിൽ പോയി, അതായത് 35, 15 വയസ്സ്. ഈ പെൺകുട്ടികൾക്ക് തിരിച്ചറിയ ഇതില്ലേ? എന്നിട്ട് നടന്നു കഴിഞ്ഞിട്ട് സംഭവത്തിന് ശേഷമാണെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇത്ര ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ രീതി. തീർച്ചയായിട്ടും ഇയാൾക്ക് യൂട്യൂബർ, നിങ്ങൾക്ക് വേറെ വല്ല കല്യാണം ഇഷ്ടംമാതിരി ഇല്ലല്ലോ, വിവാഹിതരായിട്ടുണ്ടാവില്ലേ? ഈ 15 വയസ്സായിട്ട് തൻ്റെ മക്കളുടെ പ്രായം പോലും കാണുമോ? മക്കൾക്ക് 3 മക്കളുണ്ടെന്നാണ്. മക്കളുടെയൊക്കെ ഏകദേശം പ്രായം കാണില്ലേ? 15 വയസ്സുള്ള ഒരു മോനൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇത്ര ഇതിൽ വേണമെങ്കിൽ വേറെ വല്ല കല്യാണം കഴിച്ചൂടെ? ഓരോ രീതിക്കും അതെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പീഡിപ്പിച്ച ശേഷം ഇത് മുങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് പോലീസുകാർ പിടിച്ചത്. നല്ല അടിയുള്ള അതിൻ്റെ കുറവേ ഉള്ളൂ. ആദ്യ ഭാര്യ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയി വേറെ കല്യാണം കഴിക്കുക, അങ്ങനല്ല നിങ്ങൾക്ക് മക്കളല്ലേ ഉള്ളൂ. ഈ ഭാര്യ പിണങ്ങിപ്പോയത് ഇവൻ്റെ കയ്യിൽ കൊണ്ടാണോ നടന്നത്? ഇത്തരം വിഷയങ്ങളിൽ ചെന്നിരുന്നാലും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കിടക്കുന്നതല്ല. കുറേ യൂട്യൂബേഴ്സ് ഇതുപോലെയുണ്ട്.
എന്തെങ്കിലുമൊക്കെ പഞ്ചാര അടിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങ് വീണു. ദൈവത്തെ ഓർത്ത് ഇത്ര കാര്യങ്ങൾക്കൊന്നും പോയിരിക്കാം. തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അവൻ എന്നാലും വെടി നല്ല ഇടിയിട്ട് കഴിയുമ്പോൾ മനസ്സിലാക്കും. ഇനിയുണ്ടെങ്കിൽ ഉള്ള ആളുകളെടുത്ത് പെൺകുട്ടികളെടുത്ത് ഇങ്ങനെയുള്ള വരകൾ വീഴാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. ഒരു വീഡിയോസ് തോന്നിയവർ ബോക്സ് ചെയ്യുന്നു.